ഞാൻ മാളവികയാ, ഫോറസ്റ്റ് റേഞ്ചർ. മനസ്സിലായി. ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടാണോ ഒരിക്കൽ പോലും വിളിക്കാതിരുന്നേ? എന്ത് എമർജൻസി ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. അത്രയ്ക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാ. ചെറിയ കാര്യമാണ് അമൃതയെ കാണാതായത്, അതെന്നെ അറിയിക്കേണ്ടല്ലേ. പെട്ടെന്ന് മാഡത്തിന്റെ കാര്യം ഓർമ്മ വന്നില്ല, വിളിക്കേണ്ടതായിരുന്നു. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാ. പഞ്ചരത്നത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ മാഡം അറിഞ്ഞില്ലേ? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ അറിഞ്ഞു. അമൃതയുടെ പേരിലാ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. ലൈസൻസ് അമൃതയുടെ പേരിലാണല്ലോ. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലാ പോലീസിന്റെ ഇടപെടലുണ്ടായതും അമൃത മാറിയുന്നതും. ഇപ്പോ അവളതേ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവളുടെ കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഇന്ന് സൺഡേയാ, നാളെ പബ്ലിക് ഹോളിഡേയും. അപ്പോ മറ്റന്നാളല്ലേ കോടതിയിൽ ഹാജരാക്കാൻ പറ്റൂ? അതുവരെ എന്ത് ചെയ്യും? അതിനാ ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് അമൃത പോലീസ് കസ്റ്റഡിയിലാവാൻ പാടില്ല. മറ്റന്നാൾ കോടതി കൂടുമ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിലിന് ആപ്ലിക്കേറ്റ് ചെയ്യാമെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അതുവരെ അവളെ മാറ്റി നിർത്തുകയും വേണം. പക്ഷെ അവളിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞങ്ങളെല്ലാവരും. അമൃതയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവൾ വളരെ സേഫ് ആയിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട്. മാഡത്തിന്റെ കൂടെ ഉണ്ടോ? അതെങ്ങനെ അമൃത മാഡത്തിന്റെ അടുത്തെത്തിയത്? അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. എന്തായാലും ഇന്നും നാളെയും അമൃത എന്റെ സേഫ് കസ്റ്റഡിയിലായിരിക്കും. എന്റെ അണ്ടറിൽ നിന്ന് ഒരു പോലീസുകാരും അവളെ കൊണ്ടുപോകില്ല. ധൈര്യമായിട്ടിരിക്കെ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഇപ്പോഴോ ഒന്ന് സമാധാനമായത്. ശരി, ഞാൻ വിളിക്കാം. ശരി. എഴുന്നേറ്റായിരുന്നോ? നല്ല ഉറക്കത്തിലായിരുന്നു. എഴുന്നേപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ. ഉറങ്ങിപ്പോയി. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ക്ഷീണം ശരീരത്തിനല്ല അമൃതേ, മനസ്സിനാ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ മനസ്സിലുണ്ടായ ശരീരം തളർന്നു പോവും. അത് എന്നെക്കുറിച്ചല്ല എൻ്റെ ചിന്ത. എന്നെ കണ്ടുകിട്ടാതാവുമ്പോ പോലീസുകാര് അനിയത്തിമാരെ ദ്രോഹിക്കുമെന്നാ. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനിയായാലും അങ്ങനെ സംഭവിക്കില്ല. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എല്ലാരും ഇപ്പോ എന്നെ അന്വേഷിക്കുകയായിരിക്കും. കുട്ടികള് പേടിച്ചിട്ടും ഉണ്ടാവും. അതൊന്നും ഓർത്ത് അമൃത വിഷമിക്കണ്ട. മുന്നേ വിവേകിനെ വിളിച്ച വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോ അഭിമന്യുവിനെ വിളിച്ചു. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു. സുരക്ഷിതമായിട്ട് നീ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റാരെ അറിയിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. എത്ര നാളാ ഇങ്ങനെ ഒളിച്ചു താമസിക്ക? ഇന്നും നാളെയും കോടതി അവധിയാ. അത് കഴിഞ്ഞ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം. അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുവരെ നിന്നെ ഞാൻ എന്റെ കൂടെ നിർത്തും. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുന്നു. മാഡം എങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എന്നെ മുന്നിലെത്തി? അപ്രതീക്ഷിതമായിട്ടൊന്നുമല്ല. ഞാൻ ഇന്നലെ വിവേകിനെ വിളിച്ചു. സാധാരണ അവൻ എന്റെ ഫോൺ എടുക്കാറുള്ളതല്ല. ഇന്നലെ ബെല്ലടിച്ചപ്പോ തന്നെ എടുത്തു. അപ്പോഴേ ഈ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ രഹസ്യമായിട്ട് ഞാൻ അമൃത അന്വേഷിച്ചു. അങ്ങനെയാ അമൃത അനന്തകൃഷ്ണനൊപ്പം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ അനന്തകൃഷ്ണനെ വിളിച്ചിരുന്നു. അങ്ങനെയാ അമൃത വഴിയിലിറക്കിയത്. അപ്പോഴൊക്കെ നിങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ പോകുന്നു? അറിയില്ല.
ഇതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കറിയാം. ഞാൻ നിന്നെ തേടി തന്നെ വന്നത്. കാറ് കയറ്. അപ്പോ കൃഷ്ണേട്ടൻ എന്നെ ഇവിടെ ഇറക്കിയത്? അതൊക്കെ എനിക്കറിയാം. ഇപ്പൊ മുതൽ നീ എന്റെ സംരക്ഷണയില്ല. വാ, വന്ന് വണ്ടി കയറ്.